അപ്പോൾ മസ്തിഷ്കത്തെ സംബന്ധിച്ചുള്ള പഠനങ്ങളിൽ എ ലിറ്റിൽ മാൻ ഇൻ ദ ബ്രെയിനകത്തുള്ള ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഹോമൻകുലസ് എന്നുള്ള ആ ഒരു ഇമേജ് പ്രസിദ്ധമാണ്. ചില ആളുകൾ കണ്ടിട്ടുണ്ടാവും. അതായത് മസ്തിഷ്കത്തിനകത്തിരിക്കുന്ന ഒരു മനുഷ്യൻ ആ രൂപത്തിലല്ല, മറിച്ച് നമ്മുടെ മൊത്തത്തിലുള്ള നമ്മളിവിടെ പറഞ്ഞ ആ ഒരു സെൻസറി മാപ്പ് ആ രൂപത്തിലാണ് അവർ, ആ റെപ്രസെൻറ്റേഷൻ ആ രൂപത്തിലാണ് കാണിക്കാറുള്ളത്. നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു ഇമേജ് നോക്കുകയാണെങ്കിൽ നമ്മുടെ മൊത്തത്തിലുള്ള ശരീരത്തിലുള്ള സെൻസസിനെ നിയന്ത്രിക്കുന്ന ആ ബ്രെയിൻ്റെ ഭാഗമാണത്. അപ്പം അതിന് വേണ്ടി ഒരു ഭാഗം നീക്കി വെച്ചിട്ടുണ്ട്. ആ ചിത്രത്തിൽ ഏറ്റവും കൂടുതൽ സ്പേസ് ഏത് അവയവത്തിനാണോ നൽകിയിട്ടുള്ളത് ആ അവയവം ഏറ്റവും സെൻസിറ്റീവ് ആയിരിക്കും, ആ രൂപത്തിലാണ്. അപ്പോൾ അതിൻ്റെ ഒരു മറുവശം, ഇപ്പോൾ എന്തെങ്കിലും ബ്രെയിൻ ഇഞ്ചറി സംഭവിച്ച് ആ ഭാഗത്തിന് ക്ഷതം സംഭവിക്കുകയാണെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്ന അവയവത്തിൻ്റെ ഫങ്ഷൻ അതിനെ ബാധിക്കും, സാരമായിട്ട് ബാധിക്കും. ഇപ്പോൾ കയ്യുമായിട്ട് ബന്ധപ്പെട്ട ആ ഭാഗം നിങ്ങൾ കാണുന്നുണ്ട്, അവിടെ എന്തെങ്കിലും ഫ്രാക്ചർ സംഭവിക്കുകയാണെങ്കിൽ അത് കയ്യിനെ ബാധിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ചിത്രത്തിൽ ആ മാപ്പിൽ ഏറ്റവും കൂടുതൽ നീക്കി വെച്ചിട്ടുള്ളത് ഒരു കയ്യിന് വേണ്ടിയിട്ടാണ്. ഭീമാകാരമായിട്ടൊരു കയ്യിൻ്റെ ഇമേജ് കാണുന്നുണ്ടാകും. അപ്പം അതിനർത്ഥം ആ കൈ അത്രയേറെ സെൻസിറ്റീവാണ് എന്നുള്ളതാണ്. അത് നമുക്കറിയാം, നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന അവയവവും കൈയാണ്. സുബ്ഹാനല്ലാഹ്, നമ്മുടെ വിരൽ തുമ്പിൽ ഏകദേശം 2000 മുതൽ 3000 വരെ ടച്ച് റിസപ്റ്റേഴ്സ് നമ്മുടെ വിരൽ തുമ്പിൽ മാത്രമുണ്ട് എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം മാത്രമല്ല, നമ്മൾ കൈ ജസ്റ്റ് ഒന്ന് ചലിപ്പിക്കുന്ന സമയത്ത് ആ കൈ ചലിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നത് ബാക്ക്ഗ്രൗണ്ടിൽ 1,00,000 ഞരമ്പുകൾ, 29 മസിലുകളും 27 എല്ലുകളും ഒരേ സമയത്ത് പ്രവർത്തിക്കേണ്ടതുണ്ടെങ്കിൽ മാത്രമേ ആ കൈ നമുക്ക് ചലിപ്പിക്കാൻ സാധിക്കൂ എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം ഇതൊക്കെ ചിന്തിക്കുന്ന സമയത്ത് ആ കൈ വെച്ച് പിന്നീട് എങ്ങനെയാണ് ഹറാമായിട്ടുള്ളൊരു പ്രവർത്തനം ഒരാൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം എന്തിനാണ് കയ്യിന് ഇത്രയേറെ പ്രാധാന്യം നൽകിയിട്ടുള്ളത്? സുബ്ഹാനല്ലാഹ്, ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ മനുഷ്യനെ പോലെ കൈ ഉപയോഗിക്കുന്ന ഒരു ജീവി ലോകത്തില്ല എന്നുള്ളതാണ്. ആ കയ്യിലൂടെയാണ് നമ്മുടെ ആ മനുഷ്യ നാഗരികത ഉണ്ടാകുന്നത്. നമ്മൾ പേനയിലൂടെ തലമുറകളിലേക്ക് ആ വിജ്ഞാനം കൈമാറ്റം ചെയ്യപ്പെട്ടതെല്ലാം ആ കൈ ഉപയോഗിച്ചിട്ടാണ്. അവിടെയും നമ്മൾ ചേർത്ത് വായിക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആരംഭത്തിൽ തന്നെ മനുഷ്യ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് പറഞ്ഞ സന്ദർഭത്തിൽ ഖലഖൽ ഇൻസാന മിൻ അലഖ് അല്ലദീ അല്ലമ ബിൽ ഖലം, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അലഖിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അത് മറ്റൊരു വിഷയമാണ്, സാന്ദർഭികമായിട്ട് സൂചിപ്പിച്ചെന്ന് മാത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ മനുഷ്യ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് പറഞ്ഞ സന്ദർഭത്തിൽ ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീൻ, ഏറ്റവും മികച്ച രൂപത്തിൽ ഡിസൈൻ ചെയ്തു, സൃഷ്ടിച്ചു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതേപോലെ തന്നെ സൂറത്തുൽ ഗാഫിറിലും മനുഷ്യ സൃഷ്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ വസവ്വറക്കും ഫഅഹ്സന സുവറക്കും, ഏറ്റവും നല്ല രൂപത്തിൽ മികച്ചതാക്കി അല്ലെങ്കിൽ ആ രൂപപ്പെടുത്തി എന്നുള്ളതാണ്.